50ഓളം നിലപ്പെട്ട ജീവനുകൾ നഷ്ടപ്പെട്ടു. ചിലപ്പോൾ ഇപ്പൊ പള്ളികളിലൊക്കെ ആണെങ്കിലും ഈ കൂട്ടമണി അടിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. പക്ഷെ ഈ സമയത്ത് ആൾക്കാർ അറിഞ്ഞുകൊള്ളണമെന്നില്ല. പിന്നെ രണ്ടാമത്തെ ഒരു കൺസേൺ എന്ന് പറയുന്നത് ഒരു വലിയ കൺസേൺ ആണ് മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്. പഴക്കം എന്ന് പറയുന്നത് അവർക്ക് എക്സ്പേർട്സിന് പോലും പറയാൻ പറ്റുന്നില്ല. അവർക്കൊരു നമ്മൾ അവിടുത്തെ ഒരു മെന്റൽ സ്റ്റേറ്റ് ആലോചിച്ചിട്ടുണ്ട് എപ്പോഴും. ഇന്നൊരാൾ കണ്ടോ, ഒരാൾ അവിടെ നിൽക്കുക വീട് കാണിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ പുള്ളിക്കാരൻ്റെ വീട്ടിലെ എല്ലാവരും പോയി. നമ്മൾ എന്തൊക്കെ പ്രിക്കോഷൻസ് എടുത്താലും ഈ നേച്ചർ എന്ന് പറഞ്ഞ ഒരു എലമെന്റ് ഉണ്ടല്ലോ, പിന്നെ നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ അല്പം സീരിയസ് ആണ്. നമ്മൾ നോർമലി എൻ്റർടൈൻമെൻറ്റ് കണ്ടൻ്റാണ് ചെയ്യുന്നത്. പക്ഷേ ഇന്നത്തെ വീഡിയോ നമ്മുടെ കേരളത്തിൻ്റെ സാഹചര്യം കണക്കിലെടുത്ത് നമ്മുടെ ഇപ്പോൾ സംഭവിച്ച ലാൻഡ് സ്ലൈഡുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന കുറച്ച് ഇൻഫർമേഷൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം എന്ന് കരുതി ചെയ്യുന്നൊരു വീഡിയോ ആണിത്. മണ്ണിടിച്ചിൽ എന്ന് പറഞ്ഞാൽ തിയററ്റിക്കലി പറയുന്ന ഒരു മാസ് മൂവ്മെൻറ്റ് ഓഫ് എർത്ത് അല്ലെങ്കിൽ സോയിൽ അല്ലെങ്കിൽ ഡെബ്രീസിൻ്റെ ഒരു സ്ലോപ്പിൽ കൂടെ ഉള്ള ഒരു മാസ് മൂവ്മെൻറ്റിനെയാണ് ഈ ലാൻഡ് സ്ലൈഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 4 രാജ്യങ്ങളുള്ള ഏറ്റവും കൂടുതൽ ലാൻഡ് സ്ലൈഡിലുള്ളതിൽ ഒരു രാജ്യം, അത് വൺ ഓഫ് ദ മോസ്റ്റ് ഇന്ത്യ, മൂന്നാമത്തെ സ്ഥാനം ഇന്ത്യയൊക്കെയാണ്. ഇപ്പം നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കിയേക്കുന്ന ഒരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഡെബ്രിസ് ഫ്ലോയ, വെള്ളവും ഡെബ്രിസും എല്ലാം കൂടെ ഉള്ള ഫ്ലോയാണ് കേരളത്തിൽ കൂടുതലായിട്ട് കണ്ടുവരുന്ന ലാൻഡ് സ്ലൈഡ്. ഒരു ISROയുടെ ലാൻഡ് സ്ലൈഡ് അറ്റ്ലസ് എന്ന് പറഞ്ഞൊരു ഡോക്യുമെന്റ് ഉണ്ട്, നമുക്ക് അത് ഷെയർ ചെയ്യാം. ഡിസ്ട്രിക്ട് എക്സ്പോഷർ ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ട് ഓരോ ഡിസ്ട്രിക്റ്റും ലാൻഡ് സ്ലൈഡിന് ചാൻസ് ഉള്ളതിനെ പറ്റി ഇവരൊരു ഇൻഡെക്സ് രേഖപ്പെടുത്തി. അതാണ് അതിന്റെ ഫൈനൽ റിസൾട്ട് ഈ സ്റ്റഡിയുടെ. പാൻ ഇന്ത്യയിൽ മൊത്തം അവർ 147 ഡിസ്ട്രിക്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇവിടെ ഉണ്ടാകുന്ന കേരളത്തിൽ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ വെള്ളം, ഒരു മല എന്ന് പറഞ്ഞാൽ വെള്ളം ട്രാപ്പ് ചെയ്യാനുള്ള സാധനമാണ്. പക്ഷെ അതിനൊരു ലിമിറ്റ് ഉണ്ട്. പിന്നെ അതിന്റെ ഓരോ മലയ്ക്കും അതിന്റെ സോയിലിന്റെ ഒരു ഹോൾഡിംഗ് കപ്പാസിറ്റി, അവിടുത്തെ വെജിറ്റേഷൻ എല്ലാം ഡിപ്പെൻഡ് ചെയ്യും. അതിനകത്ത് ഒരു കാരണം, 2 മെയിൻ കാരണങ്ങൾ എന്ന് പറയുന്നത് ഒന്നുകിൽ എർത്ത് വേക്കോ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകാൻ, അല്ലെങ്കിൽ പ്രസിപ്പിറ്റേഷൻ, അതായത് റെയിൻഫോളോ. ഇപ്പോൾ ഉള്ള വാർണിംഗ് സിസ്റ്റം ഉണ്ട്. ഇതുപോലെ സ്റ്റഡി നടത്തി ഇത് ഓരോ സെക്ഷനിലാക്കിയിട്ട് ഇതിന് വാർണിംഗ് നമുക്ക് തരുന്നുണ്ട്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് യെല്ലോ അലേർട്ട്, ഓറഞ്ച് അലേർട്ട്, റെഡ്. അതിന് മുമ്പ് ഒരു ഗ്രീൻ ഉണ്ട്. ഗ്രീൻ അലേർട്ട് എന്ന് പറഞ്ഞാൽ അലേർട്ടായിട്ട് നമ്മൾ പറയാറില്ല, അത് ഓക്കെ. പക്ഷേ റെഡ് ക്രോസിന്റെ ഒരു സൈറ്റും അവരുടെ ഡോക്യുമെന്റും ഉണ്ട്. എന്താണ് പ്രിപ്പറേഷൻ, എന്തൊക്കെ പ്രിപ്പയർ ആണ്. ഒരു പ്രിപ്പറേഷൻ ഓറഞ്ച് അലേർട്ട് എന്നാൽ അറ്റ്ലീസ്റ്റ് ഈ പറയുന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവരല്ലാത്തവരും ഇത് എവിടെ വേണമെങ്കിലും സംഭവിക്കാം. അറ്റ്ലീസ്റ്റ് സ്ഥിരമായിട്ട് റിപ്പീറ്റ്ലി വരുന്നവർ മസ്റ്റായിട്ട് ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ്, അത് തന്നെ നമുക്ക് ഉണ്ടാക്കി വെക്കാം. വലിയ ചിലവ് വരുന്ന സാധനമല്ല. ഫസ്റ്റ് എയ്ഡ് കിറ്റ് എന്ന് പറയുന്ന സാധനം ആ വീട്ടിൽ മസ്റ്റായിട്ട് കാണണം. ഒരു രക്ഷാപ്രവർത്തകർ അവിടെ എത്താൻ അവരുടേതായ സമയം വേണം. അതിന് മുമ്പ് സ്വയം നമ്മൾ തന്നെ അതിന് പര്യാപ്തമായിട്ടിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണ് പല ലൈഫ്. ഇപ്പം 250ഓളം നിലപ്പെട്ട ജീവനുകൾ നഷ്ടപ്പെട്ടു. ചിലപ്പം ഇതിനൊരു പ്രോപ്പർ ട്രെയിനിങ് കോർഡിനേഷൻ ഉണ്ടായിരുന്നെങ്കിൽ മൊത്തത്തിൽ എന്നല്ല, ഒരു പരിധി എങ്കിലും നമുക്ക് കുറച്ച് ലൈഫ് സേവ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഈ 2 ദിവസത്തിൽ അത് നേരെ ഹൈക്ക് ചെയ്തിട്ട് 116, 113 പോയി. ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ സൈറ്റ് ഉണ്ട്. ചുമ്മാ IMD അടിച്ചാൽ യങ്സ്റ്റേഴ്സ്, പ്രായവർക്ക് ഇത് പറ്റത്തില്ലായിരിക്കും. പക്ഷെ എൻ്റെ ലൊക്കാലിറ്റിയിൽ എന്താ സംഭവിക്കുന്നത്, IMD കോട്ടയം അടിച്ചാൽ അവിടുത്തെ കാറ്റ്, മഴ എല്ലാത്തിൻ്റെയും ഏത് അലേർട്ട് സോണിലാണ് ഇപ്പോൾ നിൽക്കുന്നതെന്നുള്ളത് റെയിൻഫോളിൻ്റെ ഡേറ്റ വരെ അതിനകത്ത് ഗ്രാഫായിട്ടുണ്ട്. അപ്പോൾ ആ ലൊക്കേഷനിൽ വയനാട് നിന്നൊക്കെ ഇപ്പോൾ സോൺ 1 പോലത്തെ ഒരു ലൊക്കേഷനിൽ ആ ഡേറ്റ എടുത്തുകൊണ്ടിരിക്കുക. അവിടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു കമ്മ്യൂണിറ്റി, അതായത് യങ്സ്റ്റേഴ്സ് വിചാരിച്ച സുഖമായിട്ട് പറ്റും. രാത്രിയിൽ സംഭവിക്കുന്നത്. പക്ഷേ ഇതിന്റെ തുടക്കം എന്ന് പറയുന്നത് തലേദിവസം ഉണ്ട്. അത് ഞാൻ പറഞ്ഞത്, ഇത് സീരിയസ്നെസ് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ്. ഓറഞ്ച് അലേർട്ട് വന്നു, ഓക്കെ, എന്നാലും ഞാനിപ്പോ TV കാണുമ്പോഴത്തേക്ക് ഓറഞ്ച് അലേർട്ട് ഇങ്ങനെ ഇന്ന് കേരളത്തിൽ ഇത്ര സ്ഥലത്ത് റെഡ്, ഓറഞ്ച്, അതാണ് ചോദിക്കുന്നത്. അത് കണ്ടു മാറ്റി. അവരെ സെൽഫ് പ്രിപ്പറേഷൻ എന്താ ചെയ്യേണ്ടതെന്നൊരു എക്സ്പ്ലനേഷൻ ആരും കൊടുക്കുന്നില്ല. അപ്പൊ എനിക്കും പ്രോപ്പറായിട്ട് കൊടുക്കാനില്ല. ഞാനിപ്പോ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഓറഞ്ചിൽ പ്രിപ്പയർ ചെയ്ത് വെക്കേണ്ട ഒരു കിറ്റ് ഉണ്ട്. അതായത് ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ്. അതിൽ ചെറിയ എക്സാമ്പിൾ പറഞ്ഞ ഒരു ക്യാൻഡിൽ, നമ്മൾ വിചാരിക്കും എന്തിനാണ്, ഡിസാസ്റ്റർ വരുമ്പോൾ കറണ്ട് പോകും. പക്ഷെ 40 hours ക്യാൻഡിൽ എന്ന് പറഞ്ഞൊരു ക്യാൻഡിൽ എല്ലായിടത്തും മേടിക്കാൻ കിട്ടും. അതൊന്ന് കത്തിച്ച 40 മണിക്കൂർ വരെ ക്യാൻഡിൽ ലൈഫ് ഉണ്ട്. അത് ഡിസൈൻ ചെയ്തിട്ട് അങ്ങനെ. പിന്നെ മാച്ച് ബോക്സ്, വെള്ളത്തിൽ നനഞ്ഞാലും കത്തും. ഒരു ലാൻഡ് 24 മണിക്കൂർ ഇങ്ങനെ ഒടിച്ചാൽ നിൽക്കുന്നത്, അതിനൊക്കെ 100-200 രൂപയുള്ളൂ. അതിൻ്റെയൊക്കെ അതെല്ലാ വീട്ടിലും കീപ്പ് ചെയ്യുക. ഇപ്പം നമ്മളിപ്പം വിചാരിക്കും ഇതൊക്കെ എന്നത്തിനാണ്. പക്ഷേ ആ ഒരു വെളിച്ചം ഉണ്ടെങ്കിൽ പെട്ടെന്ന് കത്തിച്ച ഒരു വീട്, ഇപ്പൊ ഫ്ലഡ് വന്നപ്പോൾ തന്നെ ഏത് വീട്ടിലെ ആളുള്ളതെന്ന് അറിയത്തില്ല. ഒന്ന് സിഗ്നൽ കാണിക്കണം എന്നുണ്ടെങ്കിൽ, നമ്മളിവിടെ ഉണ്ട് അകപ്പെട്ട് കിടക്കുമെന്ന് സിഗ്നൽ കാണിക്കണം എന്നുണ്ടെങ്കിൽ എന്തേലും കാണിക്കണമല്ലോ. നമ്മൾ എന്തൊക്കെ പ്രിക്കോഷൻസ് എടുത്താലും ഈ നേച്ചർ എന്ന് പറഞ്ഞ ഒരു എലമെന്റ് ഉണ്ടല്ലോ, അതിനെ നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ ഉള്ളവരുടെ ആ ഒരു മെന്റൽ സ്റ്റേറ്റും മാനിച്ചുകൊണ്ടാണ് നമ്മുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ് പറയുന്നത്. കുറച്ച് നാൾക്ക് മുമ്പ് നമ്മൾ കുറെ പേരൊക്കെ തെരുവ് പറഞ്ഞ് ഓടിച്ച ഒരു ആളുണ്ട്, ഗാഡ്ഗിൽ എന്ന് പറഞ്ഞിട്ട്, മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി.
ആ ഒരു കാര്യം ഇപ്പോഴും കുത്തിപ്പൊങ്ങി വരുന്നുണ്ട് സോഷ്യൽ അത് മീഡിയ. ഓരോ ഇവന്റും കേരളത്തിൽ നടന്നു കഴിയുമ്പോഴത്തേക്കും അത് പൊങ്ങി വരും, പിന്നെയും പോകും. അത് കൂടുതൽ റെലവെന്റ് ആയിക്കൊണ്ടിരിക്കുക. അപ്പം അതിനെ ബേസ് ചെയ്തിട്ട് ഉണ്ടാക്കിയ കുറച്ച് ഇൻഫറൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ഇന്ന് ഒരു ചാനലിൽ. അപ്പം അതിനകത്ത് പറയുന്നത് എന്താന്ന് വെച്ചാല് ഈ മേപ്പാടി ഈ മുണ്ടക്കൈ എന്ന് പറഞ്ഞ ഏരിയ ഈ എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയാസ്, അതാണ് പരിസ്ഥിതി ലോല പ്രദേശം എന്ന് പറയും മലയാളത്തിൽ. അപ്പം ആ ഒരു സോൺ 1, സോൺ 2, സോൺ 3 നമുക്ക് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിനകത്ത് ഹ്യൂമൻ ഇന്റർവെൻഷൻസ് പാടില്ല. എന്തോ മനുഷ്യന്മാരുടെ ഇന്റർവെൻഷൻസ് പാടില്ല. റോഡ് ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ പ്രയർ ആയിട്ടുള്ള പെർമിഷൻസ് ഒക്കെ എടുത്തിട്ട് വേണം ചെയ്യാനിട്ട്, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വേറൊരു കാര്യം പറയുന്നത് എന്താന്ന് വെച്ചാല് ഇത് എന്തുകൊണ്ട് വന്നു എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. അദ്ദേഹത്തിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ വെച്ചിട്ട് അവിടെ നേരത്തെ ഒരു ക്വാറി ഉണ്ടായിരുന്നു ഈ പ്രദേശത്തോട് 2 കിലോമീറ്റർ ചുറ്റിപ്പറ്റി. അപ്പം അത് ഇപ്പം അബാൻഡൻ ആണ്, ഇപ്പം വർക്കിംഗ് അല്ല എന്നാ പറയുന്നത്. ഈ ക്വാറിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മള് ഈ എക്സ്പ്ലോസീവ് പൊട്ടിച്ചാണല്ലോ പാറ പൊട്ടിക്കുക. അപ്പോ ഇപ്പൊ നമുക്ക് ശ്രദ്ധിച്ചറിയാം ഈ ലാൻഡ് സ്ലൈഡിൽ വന്ന ഫുള്ള് ഭയങ്കര വലിയ പാറകളാണ്. അപ്പം ആ ഒരു ഇൻഫ്ലുവൻസും കൂടെ വെച്ച് നോക്കുമ്പോഴേക്കും ഈ പാറ പൊട്ടിക്കുന്ന ഉണ്ടാവുന്ന ഷോക്ക് വേവ്സ് വെച്ചിട്ട് വേണമെങ്കിൽ ഈ മലകളുടെ ഉള്ളിലുള്ള പാറകൾക്ക് ക്രാക്ക് ഉണ്ടായി കാണുമായിരിക്കും. ക്രാക്ക് വൺസ് ഉണ്ടായി കഴിഞ്ഞാൽ ഇത് ഗ്രോ ചെയ്തോണ്ടിരിക്കും, വന്നോണ്ടിരിക്കും. ഇപ്പൊ ആദർശമായിട്ടും പറഞ്ഞ പോലെ ഈ മല എന്ന് പറയുന്നത് ഡിസൈൻ ചെയ്തേക്കുന്ന ഒരു മോയ്സ്ചർ ട്രാപ്പിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ മോയ്സ്ചർ ട്രാപ്പ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഫുൾ ടൈം ഇങ്ങനെ വെള്ളം കിട്ടാൻ വേണ്ടിയിട്ടും കൂടെ. അങ്ങനെയാണ് ഫ്ലോ ചെയ്താണ് നമുക്കെല്ലാം. അതെ, ഈ കേരളത്തിലെ ഒട്ടുമിക്ക നദിയും എല്ലാ നദിയും ഒറിജിനേറ്റ് ചെയ്യുന്നത് ഈ വെസ്റ്റേൺ ഗാട്സിൽ കൂടെ. അപ്പം അങ്ങനെ വരുമ്പോഴേക്കും ഒരു ലെവൽ ഓഫ് മോയ്സ്ചർ കണ്ടന്റിന് മേളിൽ പോയി കഴിഞ്ഞാൽ ഈ ഓൾറെഡി ഉള്ള ഒരു ക്രാക്കും കൂടെ ഉണ്ടെങ്കിൽ ഇത് പൊട്ടി ഒലിച്ച് വരാനുള്ള ചാൻസസും ഉണ്ട്. നമുക്ക് ആ ഗൂഗിൾ എർത്തിന്റെ ഫോട്ടോസ് ഉണ്ട്, വെറുതെ സൂം ചെയ്ത് നോക്കിയാൽ അറിയാം. ആ ഒരു ഒറിജിന്റെ സ്ഥലം നോക്കിക്കഴിഞ്ഞാൽ അതൊരു ലാൻഡ് സ്ലൈഡ് ഏരിയ പോലെയാണ് നേരത്തെ കിടന്നത്, വെള്ളം ഇല്ലെങ്കിൽ പോലും. പിന്നെ പുള്ളിക്കാരൻ ഒരു കുറെ കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്തല്ല, കോൺട്രവേഴ്സി എലമെന്റ് ആണ് പറയുന്നത്. ഇപ്പൊ ഞാൻ ഈ ഒരു വീഡിയോയുടെ അടിയിൽ ഒരു കമന്റ് ഉണ്ട്, ഇപ്പോ അന്ന് ഈ റിപ്പോർട്ട് വന്നപ്പോഴേക്കും എല്ലാവരും തള്ളി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ അടിയിൽ ഒരു കമന്റ് ആണ്, അന്ന് ഈ റിപ്പോർട്ട് ഞാൻ എന്റെ വീട്ടുകാരോട് പറഞ്ഞപ്പോ അവരെന്നെ തെരുവ് പറഞ്ഞു. അപ്പൊ ഈ ഏരിയയിലുള്ള ഒരാൾ തന്നെ അന്ന് പറഞ്ഞു, പക്ഷെ ഇന്ന് അവർ മാനിക്കുന്നുണ്ടെന്നുള്ള രീതിയിൽ. അതാ ഞാനും പറഞ്ഞു. അന്ന് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരനെ അല്ലായിരുന്നു. ഈ പറഞ്ഞ ക്വാറീസ് അവിടെ കുറച്ച് ആൾക്കാർ ഉണ്ടെന്ന് വെച്ചു. നീ റിപ്പോർട്ട് ഒരു 520 അങ്ങാണ്ട് പേജുള്ള റിപ്പോർട്ടാണ്. അത് ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞിരുന്നത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് മുമ്പേ ഇത് പരിഭാഷപ്പെടുത്തി ലോക്കൽ ലാംഗ്വേജിലോട്ട് ആക്കി. ഇംഗ്ലീഷില്ല, സാധാരണക്കാർക്ക് ഒരിക്കലും മനസ്സിലാകത്തില്ല. ഇതിന്റെ കോർ എന്താന്നുള്ളത് ലോക്കൽ ലാംഗ്വേജിലോട്ട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഇവരെല്ലാം ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു മനസ്സിലാക്കാന്നുള്ളതാണ്. അതുപോലും നടത്തിയില്ല. ഇതിന്റെ എന്ന് പറഞ്ഞ ഒരു ആദ്യമേ റിപ്പോർട്ട് ഉണ്ടാക്കി ഗവൺമെന്റ് സബ്മിറ്റ് ചെയ്തു. ഇവർക്കൊരു വെബ്സൈറ്റ് വരെ ഉണ്ടായിരുന്നു. ഏതാ ഇത് ഈ കമ്മിറ്റിക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ടായിരുന്നു. ഇവർ മിനിറ്റ്സ് എഴുതി അപ്ലോഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യുന്ന വെബ്സൈറ്റ് ഉണ്ടായിരുന്നു. അത് പോയി, അത് ഒരു ദിവസം വെബ്സൈറ്റ് ഇല്ല. പിന്നെ ആരൊക്കെയോ വിവരാവകാശത്തിന് കൊടുത്തു കഴിഞ്ഞിട്ടാണ് സുപ്രീം കോടതി വിധിച്ചിട്ടാണ് ഇതൊന്നും വെളി വരുന്നത്. ആ സമയം കൊണ്ട് ഇവർ ഒരു ഫേക്ക് ന്യൂസ് ഉണ്ടാക്കി. അതായത് ഇതിനകത്ത് പറയുന്നത് ഇപ്പോൾ ഉള്ളവർ മാറി താമസിക്കണമെന്നും ഇവിടെ വെജിറ്റേഷന് പറ്റത്തില്ലെന്നും എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പം ഒന്നും അറിയാത്ത ആ ന്യൂസ് സ്പ്രെഡ് ചെയ്ത് നാട്ടുകാർ പ്രൊട്ടസ്റ്റ് ചെയ്തു, ഒന്നും അല്ലാണ്ടായിപ്പോയി. പക്ഷെ അതിനകത്ത് പറയുന്നത് അങ്ങനെ ഒന്നുമല്ല, ഇപ്പൊ തന്നെ പിടിച്ച് മാറ്റണം എന്നുള്ളതല്ല. അവിടെ ഏത് തരം വെജിറ്റേഷൻ ചെയ്യണം അങ്ങനത്തെ സാധനങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ പറഞ്ഞു മനസ്സിലാക്കി സമയമെടുത്ത് ലോക്കൽ ബോഡീസിൽ ഡിസ്കസ് ചെയ്ത് മാത്രമേ ഒരു തീരുമാനത്തിലോട്ട് എത്താവുള്ളൂ എന്ന് തന്നെയാണ് സജഷനും വന്നിരുന്നത്. ബേസിക്കലി ഗൈഡ് ലൈൻസ് ആണ്. ഇപ്പൊ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ, പിന്നെ ഫാമിങ്, ഇതുപോലുള്ള കുറെ കാര്യങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് എന്ത് പറ്റും, സോൺ 1, സോൺ 2, സോൺ 3 ഇതിൽ എന്ത് പറ്റും എന്ത് പറ്റില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഉണ്ടെങ്കിലും എന്നുള്ളതാണ്. ഇതൊരു നിയമമല്ല, ഇതൊരു റിപ്പോർട്ടാണ്. നമ്മൾ അവിടുത്തെ ഒരു മെന്റൽ സ്റ്റേറ്റ് ആലോചിച്ചിട്ടുണ്ട് എപ്പോഴും. ഇന്നൊരാൾ കണ്ടോ, ഒരാള് അവിടെ നിൽക്കുക വീട് കാണിച്ചു കൊടുക്കാനായിട്ട്. അപ്പൊ പുള്ളിക്കാരന്റെ വീട്ടിലെ എല്ലാവരും പോയി, വീടുമില്ല, വീട്ടുകാരും എല്ലാം പോയി. ഈ ചേട്ടൻ എന്ന് പറയുന്നത് ഒരച്ഛനാ. പുള്ളിക്കാരൻ ജോലിക്ക് വേണ്ടിയിട്ട് വെളിയിൽ പോകേണ്ട മാത്രം രക്ഷപ്പെട്ടാ. അപ്പൊ പുള്ളിയുടെ ആ ഒരു മെന്റൽ സ്റ്റേറ്റിൽ അതിപ്പം പലരും കാണത്തില്ല, അവർക്ക് വീടില്ല, അവരുടെ ഡോക്യുമെന്റ്സ് ഒന്നും ഇല്ല. അത് ഞാൻ നിന്നോട് ചോദിക്കായിരുന്നു ഒരു സാധനം. അതായത് ഇതിപ്പം അവിടുന്ന് പോയി, ഇപ്പൊ ഡിസാസ്റ്റർ ടീം വന്ന് അവിടെ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്തു. ഇപ്പൊ കോട്ടയം ഏതെങ്കിലും മെഡിക്കൽ കോളേജിലോട്ട് മാറ്റി. ഇപ്പൊ ഇതുപോലെ ഫാമിലി പോയി കാണും, ചിലപ്പോൾ ഒരാളായി കാണും, ഡോക്യുമെന്റ് പോയി കാണും. ഇപ്പൊ സ്ഥലം നമ്മുടെ വെജിറ്റേഷൻ പ്ലാന്റ് വീടിരുന്ന സ്ഥലമൊക്കെ ഫ്ലഡഡ്. അതായത് നേരത്തെ കിടന്ന ഒരു ഭൂമിശാസ്ത്രം അല്ല ഇവിടെ. പക്ഷെ അതിനെ ഞാൻ എങ്ങനെ ഇത് റിക്കവർ ചെയ്യും, അതിന് എന്തെങ്കിലും പോസിബിലിറ്റീസ് ഉണ്ടോ, അത് എന്താണ് ചെയ്യേണ്ടത്? സ്ഥലം വീണ്ടും
ആൾക്ക് തന്നെ തിരിച്ചു കിട്ടും. അതിന് പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി പോയി കഴിഞ്ഞാൽ കിട്ടും. അത് ഇപ്പം അല്ല, അതിനെ സഹായിക്കുന്ന സിസ്റ്റമാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മളിപ്പം ബൗണ്ടറീസ് എന്ന് പറഞ്ഞാൽ പണ്ട് ചെയ്തുകൊണ്ടിരുന്നത് കാണാൻ പറ്റുന്ന കുറ്റികള് അങ്ങനത്തെ സാധനങ്ങളായിരുന്നു. അതല്ലാതെ എന്തെങ്കിലും ടെക്നോളജി ഓൾറെഡി ജിയോ ഫെൻസിങ് ഒക്കെ വഴി മാപ്പിംഗ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ അവർക്ക് ഈസി ആയിട്ട് എടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ ഇതിൻ്റെ അകത്തുള്ള വിഷയം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഈ ഇൻഷുറൻസ് ചെയ്യുന്നില്ല. നമ്മളിപ്പം നമ്മുടെ വീട്ടിൽ തന്നെ എത്ര ഹോം ലോൺ എടുക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ആ ഇൻഷുറൻസ്. ഞാൻ ചോദിക്കുന്നതാണ്, ഈ പറഞ്ഞ പോലെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നവരുണ്ട്. ഹെൽത്ത് ഇൻഷുറൻസ് ആ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നവർക്ക് ഞാൻ ഇപ്പൊ ചുമ്മാ റെഫർ ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലായത് ഡിസാസ്റ്റർ ഡെത്തിന് ഇല്ല. ചില കമ്പനീസിനുണ്ട്, പക്ഷെ അതിന് അഡീഷണൽ കുറെ പ്രീമിയം ഒക്കെ കൊടുക്കണം. പക്ഷെ അത് നമ്മൾ എത്ര പേര് അഫോർഡബിൾ ആണെന്നും കൂടെ നോക്കണം അതിൻ്റെ അകത്ത്. ഇപ്പം ഒരു വീട്ടിലേക്ക് ഒരു 4 പേർക്കൊരു ക്ലെയിം എടുക്കുന്നു. അപ്പോൾ ഒരു 40,000 രൂപ 50,000 രൂപ ആകുന്നു. അതിൻ്റെ കൂട്ടത്തിൽ വീണ്ടും ഒരാൾക്ക് അഡീഷണലായിട്ട് വീണ്ടും ഒരു 5,000 10,000 ഒക്കെ എല്ലാം വെച്ച് ആഡ് ഓൺ ആയിട്ട് വരുമ്പോഴത്തേക്ക് ഇല്ല, അതിനും ഒരു ഓപ്ഷൻ ഇല്ലെന്നാണ് ഞാൻ നോക്കിയപ്പോൾ കണ്ടത്. അതായത് ഒരു കാരണം പറയുന്നത് ഒരു കമ്പനിക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ഡിസാസ്റ്റർ ഡെത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ കൗണ്ട് 250 ആയി. 250 പേർക്ക് ഈ പറഞ്ഞ പോലെ പ്രീമിയത്തിൽ മരണപ്പെട്ടാൽ അവർ ആ ഹ്യൂജ് എമൗണ്ടാ പ്രീമിയം വരുന്നത്. അതൊരിക്കലും അത് രാജ്യത്തെ തന്നെ ഒരു എക്കണോമിയെ ബാധിക്കും. കാരണം ഇൻഷുറൻസ് കമ്പനിയുടെ ഇത്രയും ക്ലെയിം വരുമ്പോൾ അതുകൊണ്ട് അങ്ങനെ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന് പോലും ഇല്ലെന്നുള്ളതാണ് ഇത്. പിന്നെ ഉള്ളത് ടെക്നോളജി. ഇതിന്റെ ഇതൊരു ചോദ്യം. കാരണം നമ്മളിപ്പോ കാണുന്നുണ്ട് ഫോണില് നമുക്ക് SMS വരുന്നു. അപ്പൊ നമ്മൾ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഇവർ ഈ ഡാറ്റ ഇത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും. കാരണം ഈ ഹ്യൂജ് ആയിട്ടൊരു എത്ര പേർക്കാണ് നമ്മൾ എത്ര പേർക്ക് ഗവൺമെന്റ് മെസ്സേജ്. ഞാൻ കഴിഞ്ഞ ദിവസം ഗുരുവായൂർ പോയിരുന്നു. അപ്പൊ ഗുരുവായൂർ പോയ സമയത്ത് ഞാൻ കോട്ടയത്തു നിന്ന് തൃശ്ശൂർ എത്തി. അപ്പൊ തൃശ്ശൂർ ജില്ലയിലുള്ളവർക്ക് മാത്രമേ ഉള്ളൂ അന്ന് റെഡ് അലേർട്ട് ഉള്ളൂ. ഞാനിപ്പം അവരുടെ ടവറിൽ എത്തിയോണ്ട് എനിക്ക് ആ മെസ്സേജ് വന്നു. അപ്പം എന്റെ ഫോൺ ആ ടവറിലാന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ ആ ഈ ലൊക്കേഷനാന്ന് മനസ്സിലാക്കിയിട്ട് അവരെനിക്ക് മാത്രം സ്പെസിഫിക്. ഞാൻ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ അച്ഛനും അമ്മയ്ക്കും ഒന്നും മെസ്സേജ് കണ്ടിട്ടില്ല. ഞാനിപ്പോൾ കുറച്ച് നാളത്തെ പുറകോട്ടുള്ള ഒരു അപ്ഡേറ്റ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് പണ്ടിങ്ങനെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് മെസ്സേജുകൾ വന്നതായിട്ട് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? പക്ഷേ ഈ അടുത്തിടെ ആയിട്ട് നമ്മൾ ന്യൂസുകളെല്ലാം വന്നു, ടെസ്റ്റ് മെസ്സേജ് വരും എന്നൊക്കെ പറഞ്ഞു. നമ്മുടെ ടെക്നോളജി ഇത്രയും വളർന്നിട്ടും ആക്ച്വലി അത് ഇച്ചിരി സ്ലോ ആയിരുന്നു തന്നെ പറയാം. എന്ന് വെച്ചാൽ ഈ ഒരു സിസ്റ്റം ഇന്റഗ്രേഷൻ ഇപ്പൊ ഉണ്ട്, അത് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പം വിശാഖ് ഇത് പറഞ്ഞപ്പോഴാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട. ഞാൻ അങ്ങനെ ട്രാവൽ ചെയ്തപ്പോൾ എനിക്ക് മെസ്സേജോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അത് ഞാൻ ആലോചിച്ചിരുന്നു, അങ്ങനെ ലൊക്കേഷൻ ബേസ്ഡ് ചെയ്ത് വന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നുള്ള രീതിയിൽ. പിന്നെ ലാൻഡ് സ്ലൈഡിന്റെ കേസിൽ ഞാൻ റെഫർ ചെയ്തതെന്ന് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ, അത് നമുക്ക് ഒന്നാമത്തെ കാര്യം ലാൻഡ് സ്ലൈഡ് മോണിറ്ററിങ്, അതായത് ഭൂമിയുടെ അനക്കോ കുലുക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ മോണിറ്റർ ചെയ്യാനുള്ള എക്യുപ്മെന്റ്സ് അവൈലബിൾ ആണ്. പക്ഷെ അതിനുള്ളൊരു സിസ്റ്റം നമ്മുടെ നാട്ടിലുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. എന്ന് വെച്ചാൽ എവിടെയെങ്കിലും മോണിറ്റർ ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ടോ, അങ്ങനെ ന്യൂസോ കാര്യങ്ങളൊന്നും കേട്ടിട്ടില്ല. ഉണ്ട്, മോണിറ്റർ ചെയ്യുന്നതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. രണ്ടും ഇപ്പൊ കേരളത്തിൽ അവർ അനലൈസ് ചെയ്തേക്കുന്ന ഒരു മാറ്റ്ലാബിനകത്ത് സിമുലേഷൻ പോലത്തെ ഒരു ഡെബ്രിസ് ഫ്ലോ മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് കേരളത്തിന് അനലൈസ് ചെയ്ത് ISR ഓൾറെഡി ഡേറ്റ ഉണ്ട്. ISR ഉണ്ട്. അതുപോലെ തന്നെ മിസോറാം ഭാഗത്ത് ഒരു പുതിയതായിട്ടൊരു ടെക്നോളജി എടുത്തിട്ട് സാറ്റലൈറ്റിന്റെ ഇത് എടുത്തിട്ട് നമ്മുടെ സ്വന്തം സാറ്റലൈറ്റ്, അത് സാറ്റലൈറ്റിന്റെ പേര് സൗകര്യം ഉപയോഗിച്ച് അവർ പറയുന്നുണ്ട്, അതെടുത്തിട്ട് അവിടുത്തെ സ്റ്റഡി നടത്തി അവിടുത്തെ ഡേറ്റ 2017 കൊണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് അവർക്ക് ഇൻഫറൻസ് ഉണ്ട്. അതിപ്പോ നീ കണ്ട ഒരു റെഫറൻസ്, നീ എന്നെ കാണിച്ചൊരു പടം ഉണ്ടല്ലോ ഫ്ലോ ചാർട്ട്, നമുക്ക് ഓൾറെഡി ഇംപ്ലിമെന്റഡ് ആയിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ വിഷയം വരുന്നതെന്ന് വെച്ചാൽ ഇപ്പോഴും ഒരു ചോദ്യമുണ്ട്, എന്നിട്ടും നമുക്ക് എന്താ ഇത് മിറ്റിഗേറ്റ് ചെയ്യാൻ പറ്റാത്തതെന്ന്. അതാ ഞാൻ പറഞ്ഞു വന്നത്. ഇപ്പൊ നമുക്ക് സിസ്റ്റം ഉണ്ട്, പക്ഷെ അത് കംപ്ലീറ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരു സംശയമാണ്. ലാസ്റ്റ് ഇയറിൽ നമ്മൾ ICFOS എന്ന് പറയുന്നൊരു സ്ഥലത്ത് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് അവർ ഈ ജിയോ ഫെൻസിങ്ങും അതുപോലെ ഒരുപാട് റിലേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജീസ് അവർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അവരുടെ ഇന്ത്യയിൽ നിന്ന്. പക്ഷെ ഇത് എത്രത്തോളം പ്രാക്ടിക്കലായിട്ട് നമ്മുടെ നാട്ടിൽ യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് പ്രശ്നം. GPRS ബേസ്ഡ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് ബേസ്ഡ് ആയിട്ടുള്ള വയർലെസ് ടെക്നോളജി യൂസ് ചെയ്യുന്ന ടെക്നോളജികളാണ് അവിടെ കണ്ടതല്ല. അപ്പൊ അവര് ഈ ജിയോ ഫെൻസിംഗ് എന്ന് പറയുന്ന മാപ്പിംഗ്, പ്രോപ്പർ ടെറൈൻ മാപ്പിംഗ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അവർ അന്നേ അവിടെ ചെയ്യുന്നുണ്ട്. അപ്പൊ അവര് ഓൾറെഡി കുറെ സ്ഥലത്ത് സെൻസേഴ്സ് ഒക്കെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഡിസാസ്റ്റർ വരുമ്പോൾ അത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഒരു ചോദ്യമായിട്ട് നിൽക്കുന്നത്. നമ്മൾ SMS ബേസ്ഡ് അലേർട്സിനെ കുറിച്ച് പറഞ്ഞു. ഈ ഒരു സംഭവം നടക്കുന്നത് പറഞ്ഞാൽ വെളുപ്പിനെ 1 മണിക്കാണല്ലോ. അപ്പൊ ഈ ഒരു സമയത്ത് ഇത് SMS വന്നിട്ട് ആരും അറിഞ്ഞോളണമെന്നില്ല, രാത്രി എല്ലാവരും ഉറങ്ങുന്ന സമയം. അപ്പൊ എനിക്ക് കുറച്ചുകൂടെ തോന്നിയ ഒരു ഐഡിയ എന്ന് പറയുന്നത്, ഇപ്പം 24 hours റണ്ണിങ് ആയിട്ടുള്ള സംഭവങ്ങളുണ്ടല്ലോ, ഹോസ്പിറ്റൽസോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻസോ അങ്ങനെയുള്ള ഉള്ളിടത്തൊക്കെ ഒരു സൈറനോ അങ്ങനെ എന്തെങ്കിലും ഇങ്ങനത്തെ എമർജൻസി സിറ്റുവേഷൻ. UK അവനുണ്ടല്ലോ, അപ്പൊ അവനൊരാണ് കോൾ ചെയ്തപ്പോ ഞാൻ കണ്ട, അതായത് അവിടെ വെതറിന്റെ ഒരു ലൈറ്റ് ഉണ്ട്. ആ ലൈറ്റ്
ചുമലയിലോട്ട് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ ഡൗൺ ഗ്രേഡ് കാണിക്കുന്നത്. പബ്ലിക് സ്ട്രീറ്റിൽ ആ ലൈറ്റ് ഇരിക്കുന്ന ആ ലൈറ്റ് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ ഡൗൺ ആയിട്ട് ആ ലൈറ്റ് ഇങ്ങനെ ഫോൾ ആയിട്ട് വരുന്നു നേരെ ഡൗൺ. അപ്പൊ ഞാൻ ചോദിച്ചു ഇതെന്നെ സംഭവം, ഫൗണ്ടേഷൻ വല്ലാണ് എന്ത് സംഭവം, ടെമ്പറേച്ചർ ഇപ്പൊ താഴോട്ട് പോകും മൈനസ് ആവും. അപ്പൊ മൈനസിന്റെ മുന്നേ ഇത് അലാറം മാറി ആ ഒരു ഏരിയയിൽ പല ഏരിയയിൽ ഇതുപോലത്തെ ഒരു ലൈറ്റ് വെച്ചിട്ടുണ്ട്. അപ്പൊ അത്രയും ലൈറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ സീരിയസ്നെസ് അങ്ങനത്തെ ലൈറ്റ് എന്നല്ല. ഇത് ബേസിക്കലി ഇപ്പോൾ ഉള്ള സിസ്റ്റം വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഇപ്പോൾ ഉള്ള സിസ്റ്റം വർക്ക് ചെയ്യുന്നത് കാണിച്ച് എനിക്ക് അത് ഡാറ്റ അങ്ങനെ ഞാൻ ഓൺലൈനിൽ സെർച്ച് ചെയ്ത് എടുത്തപ്പോൾ ഉള്ള ഡാറ്റ. അപ്പൊ ടെക്നിക്കലി പറയുകയാണെങ്കിൽ കുറെ സെൻസേഴ്സ് വെച്ചിട്ടുള്ള ഒരു സർവേ എന്ന് പറയാം. എന്നുവെച്ചാൽ ഒരുപാട് രീതിയിലുള്ള ഡാറ്റകൾ എടുത്ത് അനലൈസ് ചെയ്ത് അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അപ്പൊ ഈ ഡാറ്റയിൽ വരുന്ന ഭീകരമായിട്ടുള്ള ചേഞ്ചസ്, അപ്പം അങ്ങനെയുള്ള ചേഞ്ചസിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി സിസ്റ്റത്തിന് ഇത് ഡിറ്റക്ട് ചെയ്യാനുള്ള കഴിവുണ്ടാകുകയും ആ ഡിറ്റക്ഷൻ സിസ്റ്റം അലേർട്ട് പബ്ലിക്കിന് അയക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ബേസിക്കലി കൺസെപ്റ്റ്. പക്ഷെ ഇത് പ്രാക്ടിക്കലി വർക്ക് ആകുന്നുണ്ടോ എന്നുള്ളിടത്താണ് ഒരു സംശയം വരുന്നത്. ഇപ്പൊ ഈ ലാൻഡ് സ്ലൈഡ് നടന്ന സ്ഥലങ്ങളിൽ വീണ്ടും നടക്കാനുള്ള സാധ്യത ഭയങ്കര ഏറെയാണെന്നാണ്. അത് ഉറപ്പായിട്ടും ഉണ്ട്. കേരളത്തിലൊരു ഒരു പ്രത്യേകത എന്നും കൂടെ പറഞ്ഞുണ്ടല്ലോ. ഞാൻ പറഞ്ഞു ഡിസ്ട്രിക്ട് ഇൻഡെക്സ്, എക്സ്പോഷർ ഇൻഡെക്സ് വെച്ചിട്ടുണ്ട്. അത് 3-4 കാര്യങ്ങൾ അവർ നോക്കുന്നുണ്ട്. ഒന്ന് പോപ്പുലേഷൻ, റോഡ്, എക്കണോമി, അങ്ങനെ സോഷ്യൽ ഫാക്ടർ, സോഷ്യോ എക്കണോമിക് ഫാക്ടർ 2-3 ബേസ് ആയിട്ട് വെച്ചിട്ടാണ് ഈ ഇൻഡെക്സിലോട്ട് അത് വലിയൊരു ഇക്വേഷൻ ഇട്ടിട്ട് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിനകത്ത് ഏറ്റവും കൂടുതൽ ഇൻഡെക്സ് കേരളത്തിലെ ഒരു പ്രത്യേകത പറഞ്ഞാൽ പോപ്പുലേഷനാണ്. അതായത് നമ്മുടെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഹില്ലി ഏരിയസിൽ ജനവാസം ഭയങ്കര കൂടുതലാണ്. മറ്റേതെന്നൊക്കെ പറഞ്ഞാൽ ഒഴുകി വരുന്നിടത്ത് അവിടെ അത്ര ഇന്നർമോസ്റ്റ് ആളുകളില്ല. പക്ഷെ നമ്മുടെ ഹില്ലി ഏരിയാസ് നമ്മളൊരു പോപ്പുലേഷൻ വെച്ച് അവിടെയും പോപ്പുലേഷൻ, അതായത് ലൈഫിനെ അഫക്ട് ചെയ്യാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ്. നമ്മുടെ ഏറ്റവും ലീസ്റ്റ് അഫക്റ്റഡ് റോഡാണ്. ഡിസാസ്റ്റർ വന്നാൽ ജീവൻ ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടുന്നത്. അതായത് ലൈഫ് സ്റ്റോക്ക് എന്ന് പറയുന്നത് മറ്റേ പെറ്റ്സും കുറവാണ്. ശരിക്കും നമ്മുടെ ഹ്യൂമൻ ലൈഫ് എന്നുള്ള പോപ്പുലേഷൻ അവിടെ ഏറ്റവും കൂടുതൽ. പിന്നെ ഞാൻ വേറൊരു കാര്യം ആലോചിച്ചപ്പോൾ ലാൻഡ് സ്ലൈഡ് ആണെങ്കിലും അതിനൊരു പ്രഡിക്ഷൻ മെത്തേഡ് കാണുന്നുണ്ട്. ഇപ്പൊ കേരളത്തിന്റെ ആണെങ്കിൽ ഒരു വൈഡ് ഏരിയയിൽ ഒറ്റ സ്ഥലത്തായിരിക്കും ചിലപ്പോൾ മെഷർമെന്റ് എടുക്കുക. എടുക്കുന്നുണ്ടോന്ന് അറിയത്തില്ല, അങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ടോന്ന് എനിക്കറിയില്ല. നമ്മളിപ്പോ താമസിക്കുന്ന സ്ഥലത്താണെങ്കിൽ ആ ഒരു റീജിയണിലെ ഡേറ്റാസ് കളക്ട് ചെയ്യേണ്ട ഒരു ആവശ്യകത ഉണ്ടല്ലോ. അപ്പൊ അതിനകത്ത് ഞാൻ കണ്ടത് ഇപ്പം ISROയും പിന്നെ NRCS സംതിങ് ഒരു റിമോട്ട് സെൻസിങ് ഒരു ഏജൻസി, അപ്പം അവര് ഡെവലപ്പ് ചെയ്തിട്ടൊരു FLIM എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്, ഫ്ലിം എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് ഇപ്പൊ ഓൾറെഡി ഉള്ള എക്കോളജി എക്സ്പേർട്സ് അല്ലെങ്കിൽ ജിയോളജി എക്സ്പേർട്സിന് വേണ്ടിയിട്ട് ലാൻഡ് സ്ലൈഡ് ഡേറ്റാസും പിന്നെ സോയിലിന്റെ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഡേറ്റ ആപ്ലിക്കേഷൻ ആണ്. ഞാൻ ആലോചിച്ചപ്പോഴേക്കും ഇത് നമുക്ക് യൂത്തിനെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ഇപ്പൊ ഒരു ലൊക്കാലിറ്റി ആണെങ്കിൽ അവിടെ ഒരു യൂത്ത് ഒരു പയ്യൻ ഒരാളെ ഇത് ട്രെയിൻ ചെയ്യിപ്പിക്കുക, ഈ ഒരു മെഷർമെന്റ്സ് എടുക്കാനോ ഡേറ്റ കളക്ട് ചെയ്യാനായിട്ടോ. എന്നിട്ട് ഇത് അപ്ലോഡ് ചെയ്യുന്നത് മറ്റേ ഭുവൻ മറ്റേ ISROന്റെ ഭുവൻ അറിയത്തില്ലേ, സാറ്റലൈറ്റ് ഒക്കെ ലിങ്ക് ചെയ്ത പരിപാടി. അപ്പം ബാക്കി കാൽക്കുലേഷൻസ് ഒക്കെ അവരുടെ ഭാഗത്തായിരിക്കും. അതായത് ഡേറ്റ അക്വിസിഷൻ ആണ് ഒരു പ്രിവെൻഷൻ. അതായത് ഫോട്ടോ മാത്രം എടുത്ത് അപ്ലോഡ് ചെയ്ത് ഫോട്ടോസ് അല്ല, ചിലപ്പോൾ എക്സ്പീരിയൻസ് ആയിരിക്കും. ഇപ്പൊ ഈ പറഞ്ഞ പോലെ മെഷർമെന്റ്സ് ആയിരിക്കും. അതില് നമുക്ക് കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് ആയിരുന്നു എനിക്ക് അറിയത്തില്ല. അങ്ങനെ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ 2-3 മെത്തേഡ് ഞാൻ പറഞ്ഞില്ല. ഈ പറഞ്ഞ പോലെ ഹിസ്റ്ററിക്കൽ ഡേറ്റ അനലൈസ് ചെയ്യാൻ വേണ്ടി കുറെ ഉണ്ട്. ഒന്ന് സാറ്റലൈറ്റ് ഡേറ്റ ഉപയോഗിക്കും, ഒന്ന് ന്യൂസിലെ വരെ ഡേറ്റ അവർ ഉപയോഗിക്കും. കാരണം ഒട്ടും അറിയാൻ മേലാത്ത പണ്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ന്യൂസിലെ ഡേറ്റ അതിന്റെ വിഷ്വൽസ് എടുത്തിട്ട് സ്റ്റഡി അനലൈസ് ചെയ്യും. അതായത് ഒരു ലാൻഡ് സ്ലൈഡിന് ക്രൗൺ ഉണ്ട്, അങ്ങനെ കുറെ സാധനങ്ങൾ സയന്റിഫിക് ആയിട്ട് ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെ സംഭവിച്ചത്, ഇതിന്റെ ട്രാവൽ ഡിസ്റ്റൻസ് ഇത്രയാണെന്നുള്ള പടത്തിൽ നിന്നൊക്കെ മനസ്സിലാക്കി അവർ സ്റ്റഡി ചെയ്യും. എന്നിട്ട് ആ സ്റ്റഡിയെ 3D ആക്കിയിട്ട് 3D അനാലിസിസ് ചെയ്തിട്ട് അതിനെ അനലൈസ് ചെയ്തിട്ട് ഹാപ്പ് മെത്തേഡ് എന്നുള്ള ഒരു 3D അങ്ങനത്തെ ഒരു മെത്തേഡാണ് യൂസ് ചെയ്തേക്കുന്നത്. പല മെത്തേഡുണ്ട്. അങ്ങനെ ഉള്ളതിനകത്ത് ഏറ്റവും കൂടുതൽ വിഷയം എന്ന് പറഞ്ഞാൽ ഈ ഡേറ്റ കളക്ഷനാണ്. ഈ പറഞ്ഞ സെൻസേഴ്സ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ടിൽറ്റ് സെൻസറും അങ്ങനെ കുറെ സെൻസേഴ്സ് ഉണ്ട്. ഇതിനകത്തൊരു 10-15 കുറെ സെൻസേഴ്സ് ഉണ്ട്. അതെല്ലാ പ്ലേസിലും ഇൻവെസ്റ്റ് ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്യാന്ന് പറയുന്നത് പാടാണ്. ഇവർക്ക് വേണ്ടതും ഇത് ആക്യുറേറ്റ് ആയിക്കൊണ്ടിരിക്കാൻ വേണ്ടതും ഡേറ്റ. ഈ പറഞ്ഞ പോലെ ഇതിനകത്തോട്ട് നമുക്ക് പറ്റുന്ന ഫോട്ടോസോ ഡേറ്റാസോ അതിന് എന്നാണോ വേണ്ടതെന്നുള്ളത് നമ്മൾ ഫ്രം ദ റൂട്ടിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അവർക്ക് ആ ഡേറ്റ കളക്ഷൻ അത്ര ഈസി ആയിട്ടും എക്കണോമിക്കലായിട്ട് അവിടെ കിട്ടും. ഇപ്പം ലാൻഡ് സ്ലൈഡിന്റെ കാൽക്കുലേറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇപ്പൊ നേരത്തെ ലാൻഡ് സ്ലൈഡ് ഉണ്ടായ ഒരു ഡേറ്റാസ് കാണുമല്ലോ, ആ ഒരു പ്രൊഡിക്ഷൻ ചാർട്ട് വെച്ചിട്ടായിരിക്കും പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ചിലപ്പം ഇത്ര സെന്റിമീറ്റർ അല്ലെങ്കിൽ ഇപ്പം ക്യൂബിക് സെന്റിമീറ്റർ റെയിൻഫോൾ വന്നപ്പോഴായിരിക്കും നേരത്തെ ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ടുള്ളത്. അപ്പം അതിൽ ആ ഒരു ക്യൂബിക് സെന്റിമീറ്റർ ഇപ്പൊ വന്നു കഴിഞ്ഞാൽ ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടെന്ന് പ്രെഡിക്റ്റ് ചെയ്യുന്നതായിരിക്കും ഇപ്പോഴത്തെ സിസ്റ്റം. നമുക്ക് വന്നപ്പോൾ കുറെ ഗ്യാപ്പുകളുണ്ട്. അതിനകത്ത് ഏതെങ്കിലുമൊക്കെ എക്സ്പേർട്ടിനെ അനലൈസ് ചെയ്ത് ഇൻപുട്ട് തരാൻ പറ്റുവാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു എക്സ്പേർട്ടിനെ വിളിച്ചിട്ട് നമുക്ക് അത് കൺവേ ചെയ്യാം ഇപ്പൊ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് തന്നെ. അപ്പോൾ ഇന്ന് നമ്മുടെ ഇവിടെ ജോയിൻ ചെയ്യുന്നത് ഒരു ക്ലൈമറ്റ് റിസ്ക് ആൻഡ് റെസിലിയൻസ് അനലിസ്റ്റ് ആയ ഡോക്ടർ ഹാമിദാണ്.
ഇദ്ദേഹം ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ PhD എടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പം നമ്മുടെ സംശയങ്ങൾ നമുക്ക് പുള്ളിയോട് നേരിട്ട് ചോദിക്കാം. അപ്പം ഞങ്ങളുടെ ടീം ഇങ്ങനെ ആലോചിച്ച് വന്നപ്പോഴത്തേക്ക് റിസ്ക് അനാലിസിസ് ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഈ മുണ്ടക്കായി എന്ന ലൊക്കേഷനിൽ ഇങ്ങനൊരു ദുരന്തം വരാൻ പോവുകയാണെന്നുള്ള ഒരു തിരിച്ചറിവ് നേരത്തെ തന്നെ നമ്മുടെ അതോറിറ്റീസിനുണ്ടായിരുന്നു. ഇത് നമ്മുടെ ഈ പറയുന്ന പ്രദേശം ഓൾറെഡി ഹൈ ലാൻഡ് സ്ലൈഡ് സസെപ്റ്റിബിലിറ്റി വൾണറബിലിറ്റി സോണിൽ വരുന്ന ഒരു ഏരിയ ആണ്. ബേസിക്കലി അവിടെ ഉരുൾപൊട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാസ് ദിസ് എ പ്രെഡിക്റ്റബിൾ ഇഷ്യൂ? നമുക്ക് ഓൾറെഡി അറിയാം ഈ ഇന്ന സ്ഥലങ്ങളിലാണ് ഉരുൾപൊട്ടാനുള്ള സാധ്യതയുള്ള പ്രദേശങ്ങൾ. നമുക്കറിയാമല്ലോ നമ്മുടെ ആ ഏരിയയിലെ സ്ലോപ്പ് എങ്ങനെയാണ്, അവിടെ ഉണ്ടാവുന്ന സോയിലിൻ്റെ ടൈപ്പ് എന്താണ്, എന്ത് തരം മണ്ണാണ് അവിടെ ഉള്ളത്, അതുപോലെ തന്നെ അവിടുത്തെ വെജിറ്റേഷൻ എങ്ങനെയാണ്, ഇതൊക്കെ കണക്ക് കൂട്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഏരിയ ഉരുൾപൊട്ടാൻ സാധ്യത ഉണ്ടോ അല്ലെങ്കിൽ സാധ്യത കുറവാണോ എന്ന് നിശ്ചയിക്കുന്നത്. ഇനി ഇവിടുത്തെ പ്രധാന വില്ലൻ എന്ന് പറയുന്നത് മഴയാണ്. നമുക്കറിയാം റിപ്പോർട്ടുകൾ അനുസരിച്ച് കഴിഞ്ഞ 48 മണിക്കൂറിൽ ഏകദേശം 500 മില്ലിമീറ്റർ മഴയാണ് ഈ പ്രദേശങ്ങളിൽ പെയ്തത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ കനത്ത മഴ തുടർന്നു കഴിഞ്ഞാൽ ഉരുൾപൊട്ടാൻ സാധ്യതയുള്ള ഈ പ്രദേശത്തിൻ്റെ എന്താ പറയുക മണ്ണിൻ്റെ സ്ട്രെങ്ത്തിനെ കുറയ്ക്കും. അപ്പോൾ അത് ഒരു ഉരുൾപൊട്ടലിൽ കലാശിക്കുന്ന നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മളത് എന്താ പറയുക നമുക്കത് അറിയാൻ പറ്റണം. ഉരുൾപൊട്ടൽ എപ്പോൾ ഉണ്ടാവും, ഇന്ന സമയത്ത് ഉണ്ടാവും എന്നൊന്നും നമുക്ക് കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിലും ഈ മഴയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഓൾറെഡി മാപ്പ് ചെയ്ത് വെച്ച സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെ ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ സാധിക്കേണ്ടതാണ്. ഓക്കെ, അത് ക്ലിയർ ആണ്. അപ്പം ഇനിയും ഇതുപോലുള്ള ദുരന്തങ്ങൾ നമുക്ക് ഇനി എക്സ്പെക്ട് ചെയ്യാമോ? ഈസ് ദിസ് ദ ന്യൂ നോർമൽ? അങ്ങനെ ഒരു സംസാരം പൊതുവെ ആളുകൾക്കിടയിലുണ്ട്, ഇനി അങ്ങോട്ട് ഇങ്ങനെയാണെന്നുള്ളത്. അതിനെപ്പറ്റി എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? സോ നമ്മൾ ഇനി നമ്മുടെ ഗ്ലോബൽ കാലാവസ്ഥ മോഡലിൽ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ പറ്റും, നമുക്ക് ചൂടും നല്ല രീതിയിൽ കൂടി വരികയാണ്, അതുപോലെ തന്നെ മഴയും ഇങ്ങനെ മഴയുടെ ഇൻറ്റൻസിറ്റിയും കൂടി വരികയാണ്. അപ്പോൾ അടുത്തൊരു 30 വർഷത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു 50 വർഷത്തെ കണക്കെടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ആവറേജ് ടെമ്പറേച്ചറിനും നല്ലൊരു റൈസ് ഉണ്ടാവും, ആവറേജ് റെയിൻഫോൾ ഇവൻസും നന്നായിട്ട് കൂടുന്നുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി ന്യൂ നോർമൽ എന്ന് വിളിക്കേണ്ട, ദിസ് ഇസ് ഗോയിങ് ടു ബി ദ ഫ്യൂച്ചർ. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് കുറച്ചും കൂടി ഒരു റീജിയണൽ സ്കെയിലിലാണ് നമ്മൾ ഈ ഉരുൾപൊട്ടൽ സാധ്യതാ പഠനങ്ങളും അല്ലെങ്കിൽ ഉരുൾപൊട്ടാൻ ഉള്ള മേഖലകളും നമ്മൾ മാപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വി നീഡ് ഹൈപ്പർ ലോക്കൽ ലാൻഡ് സ്ലൈഡ് വൾണറബിലിറ്റി അസസ്മെൻറ്റ്. അതായത് അറ്റ്ലീസ്റ്റ് നമുക്കൊരു താലൂക്ക് അടിസ്ഥാനത്തിനെങ്കിലും നമുക്ക് ഈ ലാൻഡ് സ്ലൈഡിൻ്റെ മാപ്പ് ഉണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റും, എൻ്റെ ഇന്ന താലൂക്കിൽ, ഒരു ജില്ലയിൽ തന്നെ താലൂക്ക് അടിസ്ഥാനത്തിൽ, ഞാൻ പറയുന്നത് പഞ്ചായത്ത് ലെവലിൽ ഉണ്ടാവുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. നമുക്ക് പറയാൻ പറ്റും, ഓക്കെ ഇന്ന സ്ഥലങ്ങൾ ഉരുൾപൊട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ പറ്റും. സോ ദിസ് ഈസ് ദി സൊല്യൂഷൻ. കാരണം നമുക്കൊരിക്കലും കാലാവസ്ഥാ വ്യതിയാനം മൂലം ഉണ്ടാകുന്ന മഴേനെ നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റില്ല, സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ടെമ്പറേച്ചർ ഇൻക്രീസിനെ നമുക്ക് കുറയ്ക്കാൻ പറ്റത്തില്ല. ഓൺലി തിങ് വാട്ട് വി ക്യാൻ ഡു ഈസ് വി കുഡ് അഡാപ്റ്റ് ടു ഓൾ ദീസ് എക്സ്ട്രീം. അതാണ് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ എന്തെങ്കിലുമൊക്കെ ഫ്ലോസ് ഉണ്ടായിരുന്നോ? അതായത് അതോറിറ്റീസിന് ഈ ഒരു ദുരന്തത്തിൽ എന്തെങ്കിലും പങ്കുള്ളതായിട്ട് വിശ്വസിക്കുന്നുണ്ടോ? ഇതിലോട്ട് വരുന്നതിൻ്റെ മുന്നേ ഞാൻ ഒരു കാര്യം എംഫസൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു നോ യുവർ റിസ്ക് അറ്റ് ആൻ ഇൻഡിവിജ്വൽ ലെവൽ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ താമസിക്കുന്ന പ്രദേശത്ത് റിസ്ക് എന്താണെന്ന് സ്വയം നമുക്കൊരു അവബോധം ഉണ്ടാവണം. സോ ദാറ്റ് ഈസ് ബേസിക്കലി കോൾഡ് ആസ് റിസ്ക് അവയർനെസ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു പുഴയുടെ തീരത്താണ് താമസിക്കുന്നുണ്ടെങ്കിൽ മഴക്കാലത്ത് ആ പുഴയുടെ വാട്ടർ ലെവൽ ഏത് വരെ വരും, ഇനി വന്നാൽ തന്നെ ഏതൊക്കെ പ്രദേശങ്ങളിൽ വെള്ളം കയറും എന്നുള്ളൊരു സിമ്പിളായിട്ടുള്ളൊരു അവബോധം. വി ഷുഡ് ബി അവെയർ ഓഫ് ദാറ്റ്. സോ ദാറ്റ് കൾച്ചർ ഷുഡ് ബി ഡെവലപ്ഡ് എമംഗ് ദി പീപ്പിൾ. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക്
അങ്ങനെ ഒരു കൾച്ചർ ഇപ്പോഴും നമുക്ക് എത്തിയിട്ടില്ല. ലൈക്ക് അറ്റ് ആൻ ഇൻഡിവിജ്വൽ ലെവലാണ് ഞാൻ പറയുന്നത്, ഞാൻ അതോറിറ്റീസിൻ്റെ കാര്യമല്ല പറയുന്നത്. നമുക്ക് സെൽഫ് അവെയർ ആയിരിക്കണം. നിങ്ങളുടെ ചുറ്റുപാടിലും എന്തൊക്കെ റിസ്ക്കാണ് നിങ്ങൾക്കുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒരു മലയുടെ താഴ്വാരത്താണ് താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയണം എന്തൊക്കെയാണ് ഇവിടെ വരാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ. സോ അങ്ങനെ ഒരു അവയർനെസ് നമുക്ക് സെൽഫായിട്ടുണ്ടെങ്കിൽ വി നോ വാട്ട് ടു ഡു. സോ വി വിൽ ബി മോർ പ്രോആക്റ്റീവ്. ഒരു ഓറഞ്ച് അലേർട്ടോ അല്ലെങ്കിൽ ഒരു റെഡ് അലേർട്ടോ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം, ഡൂസ് ആൻഡ് ഡോൺസ് ഡ്യൂറിങ് എ ഡിസാസ്റ്റേഴ്സ്, ഇത് നല്ല രീതിയിൽ എന്താ പറയുക എല്ലായിടത്തും എത്തിക്കാൻ നമുക്ക് കഴിയണം. ഇങ്ങനത്തെ ഒരു അലേർട്ട് ഉണ്ടാവുന്ന സമയത്ത് ജനങ്ങളെല്ലാവരും ദേ വിൽ ബി സെൽഫ് റിലയൻറ്റ്. സോ ദിസ് ഈസ് വാട്ട് ഐ ഹാവ് ടു സേ ഇൻ ദിസ് റിഗാർഡ്. ഇങ്ങനെ സിറ്റുവേഷൻസ് ഇപ്പോൾ ഓൾറെഡി സംഭവിച്ചു, അതായത് ഒരു ഡിസാസ്റ്റർ കഴിഞ്ഞു. ഇനി നമ്മൾ ഇങ്ങനെ റെസ്പോൺസിബിളായിട്ട് അതിൽ ഇടപെടാം എന്നൊരു എന്തെങ്കിലും തോട്ട്സ് ഉണ്ടോ, എന്തെങ്കിലും ഇൻപുട്സ് തരാനുണ്ടോ? അതായത് യങ്സ്റ്റേഴ്സ് ആയാലും നമ്മൾക്ക് എങ്ങനെ കാര്യക്ഷമമായി അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരെ ഡിസ്റ്റർബ് ചെയ്യാതെ, അല്ലെങ്കിൽ എങ്ങനെ കാര്യക്ഷമമായി ഇതിനകത്ത് നമുക്ക് സപ്പോർട്ട് ചെയ്യാം എന്നുള്ളതിനൊരു ഇൻപുട്ട് കിട്ടിയാലും കൊള്ളായിരുന്നു. ഇപ്പോൾ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, ഇപ്പോൾ വയനാട് നമുക്ക് അൺഫോർച്ചുനേറ്റായിട്ട് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു ദുരന്തം. അപ്പോൾ പക്ഷേ നമ്മളെല്ലാവരും ഇപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, എല്ലാവരും കാര്യമല്ല ഞാൻ പറഞ്ഞത്, നമ്മൾ അങ്ങോട്ടേക്ക് പോകാനുള്ളൊരു ടെൻഡൻസി, ലൈക്ക് ചുമ്മാ അവിടെ പോയി ഒന്ന് വിസിറ്റ് ചെയ്യുക, അവിടുത്തെ പോയി ഫോട്ടോ എടുക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ദിസ് ഈസ് സംതിങ് കോൾഡ് ആസ് ഡിസാസ്റ്റർ ടൂറിസം. ഇതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു സംഗതിയാണ്. ലൈക്ക് ഒരു സ്ഥലത്തൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ അവിടുത്തെ ആളുകൾ ആയിരിക്കും ദ ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ്. അതുപോലെ തന്നെ ടെക്നിക്കലി സ്കിൽഡ് പീപ്പിൾ ലൈക്ക് ആർമി, NDRF, എയർഫോഴ്സ്, ഫയർഫോഴ്സ്, ദി പോലീസ്, ഇവർക്കാണ് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഈ കാര്യങ്ങൾ കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യാൻ അറിയാം. സോ നമ്മളും കൂടി അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി ഇത് സഹായമല്ല ചെയ്യുന്നത്, നമ്മൾ ആക്ച്വലി ഈ ഡിസാസ്റ്റർ റെസ്പോൺസ് മെക്കാനിസത്തിനെ തന്നെ മൊത്തത്തിൽ തകർക്കുകയാണ്. നിങ്ങൾ അവിടെ പോയിട്ട് നിങ്ങൾക്ക് അവിടുത്തെ ജോഗ്രഫി അറിയില്ല, അവിടുത്തെ കാര്യങ്ങൾ ഒന്നും അറിയത്തില്ല. നിങ്ങൾക്ക് ഇവിടുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആളുകൾക്ക് വേണ്ട സഹായങ്ങൾ, അവശ്യ സാധനങ്ങൾ നിങ്ങൾക്ക് കളക്ട് ചെയ്ത് എത്തിച്ചു കൊടുക്കാൻ പറ്റും. നമുക്കും ഈ ദുരന്ത നിവാരണത്തിൽ പങ്കാളികളാവാം. അതുപോലെ തന്നെ അതോറിറ്റീസിൻ്റെ ഓർഡേഴ്സ്, അതായത് ഇതിൻ്റെ കറക്റ്റ് പ്രോട്ടോക്കോൾ പാലിക്കാനും നമ്മൾ ബാധ്യസ്ഥരാണ്. കാരണം അവർക്കാണ് അത് കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് ടെക്നിക്കലായിട്ട് ഇത് മുന്നോട്ട് പോകാൻ അറിയുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും വേറെ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടോ, ഇൻപുട്ട്? അപ്പോൾ ഡോക്ടർ ഹമീദ്, താങ്ക്സ് ഫോർ ജോയിനിങ് അസ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനി നമ്മൾ വീഡിയോയുടെ കൺക്ലൂഷനിലേക്ക് പയ്യെ കയറാം അല്ലേ? ഇതിപ്പം ഒരു ഡിസാസ്റ്റർ ഉണ്ടായല്ലോ, ഇനിയിപ്പോൾ ഉണ്ടാവത്തില്ലെന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലല്ല പോകേണ്ടത്, ഉണ്ടാവും എന്നുള്ള ഒരു മെൻറ്റാലിറ്റി തന്നെ പോകണം. ഒന്നിലേ നമ്മൾക്ക് കൂടുതൽ പ്രിക്കോഷൻസ് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ രണ്ട് ചോദ്യങ്ങളുണ്ട് ശരിക്കും. ഇത് പ്രിവെന്റ് ചെയ്യായിരുന്നു എന്നുള്ളൊരു ഇതുണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ കോൺട്രവേഴ്സി ക്രിയേറ്റ് ആവും, കൂടുതൽ ഡേറ്റാസും ഒക്കെ നേരത്തെ കിട്ടിയിട്ടുണ്ടാവാം, ഇല്ലായിരിക്കാം. അത് രണ്ടും പറയുന്നുണ്ട്, കിട്ടിയിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. പിന്നെ ഒരു രണ്ടാമത്തെ ഒരു കൺസേൺ എന്ന് പറയുന്നത് ഒരു വലിയ കൺസേൺ ആണ്, മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്. അത് ഇവിടെ എന്തുകൊണ്ടാ പറയുന്നത് വെച്ചാൽ പലരും പറയാൻ മടിക്കുന്നുണ്ട്. ഇപ്പൊ പറയുന്നവരെല്ലാം എയറിലുമാണ്, മുല്ലപ്പെരിയാർ പൊട്ടും അല്ലെങ്കിൽ അപകടാവസ്ഥയിലാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇതിനെ ഒരു കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സേഫ് ആണ് എന്നുള്ളത് ഒരു സയന്റിഫിക്കലി പ്രൂവ് ചെയ്യുന്ന ആരും പറയുന്നുമില്ല. മനസ്സിലായോ? ഒരു സയന്റിഫിക് ആയിട്ടുള്ള എക്സ്പേർട്ട് പറയുന്നില്ല. പറയുന്ന പൊട്ടിക്കഴിഞ്ഞ് ഇടുക്കിയിടാം സ്റ്റോർ ചെയ്യുന്ന അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. നമ്മളിപ്പോ മുല്ലപ്പെരിയാറിന്റെ തൊട്ട് താഴെ താമസിക്കുന്നവരുടെ ഒരു മെന്റാലിറ്റി വെച്ച് നോക്കുവാണെങ്കിൽ അവർക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള വാക്കുകളാണ് വേണ്ടത്. പൊട്ടത്തില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ അങ്ങനത്തെ സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഡേറ്റാസ് വെച്ച് പറയണ്ടേ ഇത് പൊട്ടത്തില്ല, എക്സ്പേർട്സ് പറയണ്ടേ നിങ്ങൾ സേഫ് ആയിട്ടിരിക്കുക. അങ്ങനെ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ? അങ്ങനെയൊക്കെ പറഞ്ഞുള്ള കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത് ആരാ പറയുന്നതിനകത്ത് ഒരു ചോദ്യമുണ്ട്. രണ്ട് കണ്ടന്റും ഈക്വലി അവൈലബിൾ ആണ്, ആർക്കും അറിയത്തില്ല. നമ്മൾ സാധാരണ ജനങ്ങൾ ഒരുമാതിരി ഒരു ഒന്നും അറിയാൻ മേലാത്ത അവസ്ഥ തന്നെ തിരിച്ചു വരുന്നത്. കാരണം നമ്മളൊരു പോയിന്റ് ഇപ്പൊ നീ ഇപ്പൊ പറഞ്ഞ പോലെ നീ അറിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ അറിഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ അറിഞ്ഞിട്ടുണ്ട്, ഇതിനകത്ത് ഏതാ സത്യം എന്നുള്ളത് ഈ പറഞ്ഞ ഇത് ലൈഫിനെ ബാധിക്കുന്ന കാര്യം. ഇതുവരെ ജനങ്ങൾക്ക് സത്യം ഏതാണെന്ന് അറിയാനുള്ള ഒരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഒരു ഇല്ലാത്തൊരു അവസ്ഥയിലെ മൊമെന്റിൽ നമ്മളിപ്പോ ചേട്ടൻ പറഞ്ഞ പോയിന്റ് ആണെങ്കിൽ ഇപ്പൊ ഒരു കൺസേണിങ് അതോറിറ്റീസ് പറയണം ഇത് സേഫ് ആണ്,
അല്ലെങ്കിൽ ഇത്ര കൊല്ലത്തേക്ക് ഇതിന് സേഫ് ആണെന്ന് പറയുവാണെങ്കിൽ സാധാരണക്കാർക്ക് വിശ്വസിച്ച് താമസിക്കാൻ പറ്റും. പക്ഷേ അവർക്ക് എങ്ങനെ വിശ്വസിച്ച് പറയാൻ പറ്റും? കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഡാമിന്റെ പഴക്കം എന്ന് പറയുന്നത് അവർക്ക് എക്സ്പേർട്സിന് പോലും പറയാൻ പറ്റുന്നില്ല. അവർക്കൊരു ഗ്യാരണ്ടി അല്ലെങ്കിൽ ഒന്നും പറയാൻ പറ്റുന്നില്ല. അവർക്ക് അവർ പറയുന്നത് അത് എന്തേലും ഒരു കാരണം കാണും. ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ തന്നെ ഇത്രയും സാറ്റലൈറ്റ് ഡേറ്റ വെച്ചിട്ട് ഇങ്ങനെ ഒരു അനലൈസിസ് ലാൻഡ് സ്ലൈഡ് ഹിൽ ഏരിയയെ പറ്റി ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മളെ DRDO ഉണ്ട്, അല്ലെങ്കിൽ ISRO ഉണ്ട്, ഇവർക്കൊക്കെ ഒരു സയന്റിഫിക് സ്റ്റഡി നടത്തി അല്ലെങ്കിൽ ആ ഒരു കമ്മിറ്റിയെ രൂപീകരിച്ചിട്ട് ഇത് ജനങ്ങളെ ബോധിപ്പിക്കേണ്ട ഉത്തരവാദിത്തം എല്ലാ ഗവൺമെന്റിനും ഉണ്ട്. സത്യാവസ്ഥ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മളിപ്പോ ഈ ഒരു വീഡിയോ ചെയ്തു, അതിപ്പോ കറന്റ് ഇപ്പൊ ട്രെൻഡിങ് അല്ലെങ്കിൽ ആ റെലവന്റ് ഇപ്പൊ പറയണം തോന്നുന്ന പറ്റിയ സാഹചര്യമാണെന്ന് തോന്നിയോണ്ടോ നമ്മൾ ചെയ്യുന്നത്. ഇതിപ്പോ 2 ആഴ്ച കഴിയുമ്പോഴേക്കും നമ്മളാണെങ്കിലും ചിലപ്പം വിടും, മനസ്സിലായോ? അപ്പൊ അതിന്റെ സീരിയസ്നെസ് ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും. ഒന്നും പറയുന്നില്ല, നമ്മളിപ്പോഴും സുഖമായിട്ട് കണ്ണടച്ച് കിടന്ന് ഇങ്ങനെ ഉറങ്ങി പോകുന്നുണ്ട്. പക്ഷെ അവർക്ക് ഉറങ്ങാൻ അതിന്റെ തൊട്ടടുത്തുള്ളവർക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടോ? നമുക്ക് ഇത്രയും ഗ്യാപ്പ് ഉണ്ടെന്നുള്ള ഒരു മെന്റലായിട്ട് നമുക്കൊരു ഇതേലുണ്ട്. അവർക്കത് എങ്ങനെയാണെന്നുള്ളത് അറിയത്തില്ല. ഇതുപോലെ തന്നെയാണ് ഇപ്പോഴും ഈ ഡിസാസ്റ്റർ കഴിഞ്ഞപ്പോഴും മെന്റൽ സ്ട്രെയിൻ പറഞ്ഞപ്പോഴാണ് മറ്റേതും അവിടെ ഉള്ളവർക്ക് മൊത്തത്തിൽ ഫാമിലി പോയവരൊക്കെ ഉണ്ട്. അപ്പൊ അവര് റീഹാബിലിറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് അവരെ മെന്റലായിട്ട് സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു സിസ്റ്റവും ബാക്കപ്പും. പിന്നെ നമ്മള് തൽക്കാലം ഇപ്പം അതിലേക്ക് ഇണ്ടത്ത് പോകണ്ട, പക്ഷെ ഈ കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ട് അവരുടെ ആ ഒരു ഇപ്പം ഇൻസിഡന്റ് നടന്ന ഉള്ളവരുടെ മെന്റൽ സ്റ്റേറ്റ് മാനിച്ചുകൊണ്ട് നമ്മളെല്ലാവരും കൂടെ കാണും എന്നുള്ളൊരു മെസ്സേജ് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കും.